നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് ഓഗസ്റ്റ് മാസം 17-ാം തീയതി, ചിങ്ങ 1. മാത്രമല്ല, ഇന്ന് വളർപ്പുറ പഞ്ചമി കൂടെയാണ്. ഇന്നത്തെ പഞ്ചമിയെ ഗരുഡ പഞ്ചമി എന്നും നാഗപഞ്ചമി എന്നും പറയപ്പെടുന്നു. കോടിയിലെ ഒരു നാള്. ഈ ഒരു വിളക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടില് ഏറ്റി വെച്ചാല് നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാലും പണം നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലെത്തും. തീരാത്ത കടപ്രശ്നം ഇരുന്നാല് തീരും. 16 സെൽവങ്ങളും നിങ്ങളിടം താണ്ഡവമാടും. അത് എന്ത് വിളക്കാണ്, എങ്ങനെ നമുക്ക് വയ്ക്കാം എന്നുള്ളത് ഇന്നത്തെ പതിവിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. മാത്രമല്ല, തിഥി ടൈമിങ്സും കൂടെ നോക്കിക്കോളൂ. പഞ്ചമി തിഥി ഇന്നലെ ഞായറാഴ്ച രാത്രി 8:53 PM തുടങ്ങിയിരിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ച രാത്രി 8:59 PM വരെയാണ് തിഥി ഇരിക്കുന്നത്. ഇന്ന് മുഴുനീളെ തിഥി ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾ വീട്ടില് പൂജ വഴിപാടൊക്കെ ഈ തിഥി തീരും മുന്നേ ചെയ്തോളുക. പഞ്ചമി തിഥി എന്നാല് സപ്തകന്യകമാരിൽ ഒരാളായ വാരാഹി അമ്മയെ നമ്മൾ വഴിപെടുന്ന ദിവസം. പഞ്ചമി അമ്മ, പഞ്ചമി ദേവി, അമ്മയ്ക്കുകந்த നാള്. എന്നാല് ഈ ആടിമാസത്തിൽ വരുന്ന അമാവാസ്യക്ക് പിറകില് ആടി ചതുർത്ഥിയില് നാഗങ്ങളും അതിന്റെ അടുത്ത നാളായ പഞ്ചമിയില് ഗരുഡനും അവതരിച്ചു എന്നാണ് പുരാണങ്ങള് പറയുന്നത്. അതിനാല് നാഗങ്ങൾ അവതരിച്ച നാളിനെ നാഗചതുർത്ഥി എന്നും ഗരുഡൻ അവതരിച്ച ദിനത്തെ നമ്മൾ ഗരുഡ പഞ്ചമി എന്നുമാണ് നമ്മൾ കൊണ്ടാടിയിട്ട് വരുന്നത്. ഗരുഡ പഞ്ചമി എന്നേക്ക് ഗരുഡനെ തന്നെ വഴിപെടണം എന്നില്ല. ഇന്നത്തെ ദിവസം നിങ്ങൾ നാഗത്തിനെ വഴിപെടുക എന്നത് ரொம்ப സിറപ്പാനത്. ഇന്ന് തിങ്കളാഴ്ച. മുരുക ഭഗവാനുടെ കാലിന്റെ അടിയിലും നാഗങ്ങളാണ് ഇരിക്കുന്നത്. മുരുക ഭഗവാനെയും ഇന്നത്തെ ദിനം നമ്മൾ വഴിപെടുമ്പോൾ ഭയങ്കരമായി നമുക്ക് തിരിച്ച് ബലം 100% ഷുവർ. നാഗപഞ്ചമി ഇന്നേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഈ പതിവിൽ ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പെരുമാൾ കോവിലിൽ പോകുന്നവരാണെങ്കിൽ ഫസ്റ്റ്ലി പോകുമ്പോൾ തന്നെ ഗരുഡനെ വണങ്ങിയിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. ഗരുഡനോട് ആശീർവാദം വാങ്ങിയിട്ട് നമ്മൾ പെരുമാളെ വഴിപാട് ചെയ്യും. അതാണ് ഒരു മുറയായിട്ട് ചെയ്യുന്നത്. എന്താ അങ്ങനെയെന്ന് ചോദിച്ചാല്, മഹാവിഷ്ണു വന്നിട്ട് തൂണിലും ഇരിക്കുന്നുണ്ട്, തുരുമ്പിലും ഇരിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഇരുന്നും കൊണ്ട് ഭക്തരെ കാക്കാനായിട്ട് മഹാവിഷ്ണു ദേവൻ ഓടി ഓടി വരും. ഇവരുടെ വാഹനമായിട്ടും കൊടിയായിട്ടും ഇരിക്കുന്നത് ആര്? ഗരുഡ ഭഗവാൻ. ഗരുഡന് വന്നിട്ട് പെരുമാൾ കൂടെ അളവിൽ കവിഞ്ഞ ഭക്തിയാണ് ഇരിക്കുന്നത്. അതിനാലെയാണ് ഇവരെ നമ്മള് ആൾവാർകരിൽ ഒരാളായിട്ട്, ഗരുഡ ആൾവാർഗരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഗരുഡ പഞ്ചമി, നാഗപഞ്ചമി അല്ലയാ. സോ ഇന്നത്തെ ദിവസം വന്നിട്ട് നമ്മള് ഗരുഡൻ, നാഗ ഉരുവങ്ങൾ വീട്ടിലിരിക്കുന്ന പിള്ളയാര്, നാഗങ്ങളോടെ കാലടിയിൽ ഇരിക്കக்கூடிய മുരുക ഭഗവാന്, എല്ലാ ദൈവങ്ങളും, മാത്രമല്ല പഞ്ചമി തിഥി ആയതിനാലെ വാരാഹി അമ്മന്, ഗരുഡ പഞ്ചമി ആയതിനാലെ പെരുമാൾക്ക്, തിങ്കളാഴ്ച ആയതിനാലെ ശിവഭഗവാന്, എല്ലാ ദൈവങ്ങൾക്കും ഉരുകിയ നാള്. ഇന്നത്തെ ദിവസം ഈ ഒരു വിളക്ക് ഏത്തിയാ പോതും. എതിരികളുടെ ശത്രുത, വിപത്തുകള്, അതുപോലെ അസുഖങ്ങള്, ആപത്തുകള്, ഇതെല്ലാമേ നമ്മുടെ ഇടം നിന്ന് നീക്കി കിട്ടും. അതും ആൽമരത്തിന് വന്നിട്ട് അതിര് കടഞ്ഞ ശക്തി ഇരിക്കുന്നു എന്നറിയാലോ. ആൽമരത്തിന്റെ വേർപകുതിയിൽ നോക്കിയാല് ബ്രഹ്മാവും, നടുപ്പകുതിയില് തിരുമാളും, മേൽപകുതിയില് ഈശനും വാസം കൊണ്ടിരിക്കുന്നു. ഇത് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. അതിനാല് ഇത് മുമ്മൂർത്തികൾക്കും ഉരുകിയ ഒരു വൃക്ഷമെന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ അടിയില് പുള്ളയാർ വീട്ടിരിപ്പാന്. പുള്ളയാരെ വണങ്ങിനാലേ നമുക്ക് വന്നിട്ട് ശനി ഭഗവാനെ ഏർപ്പെടുക്കോടിയ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഇതിൽ വന്നിട്ട് ഈ മുമ്മൂർത്തികളും വാസം ചെയ്യുന്നതിനാലെയാണ് ഇതിനെ രാജവൃക്ഷം എന്ന് അറിയപ്പെടുന്നത്. ഈ രാജവൃക്ഷത്തെ നമ്മൾ വഴിപാട് ചെയ്തു എപ്പടിയെന്നാലേ നമുക്ക് വന്നിട്ട് രാജവാഴ്ക കിട്ടും. നമ്മുടെ കഷ്ടങ്ങളെല്ലാം നീങ്ങണച്ചാല് അരശുമരത്തില് പിള്ളയാരെ ഗണപതി ഭഗവാനെ ചുറ്റി തൊഴുതോളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? 108 മുറ ചുറ്റി തൊഴുതാല് നിങ്ങൾക്കിരിക്കുന്ന എല്ലാ കഷ്ടങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോവുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ആൽമരത്തിനും ആൾമരത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനും അത്രയ്ക്കും ശക്തി ഇരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടിയ പൊരുൾ എന്താച്ചാല് ഈ ആൽമരത്തിന്റെ ഒരു ഇലയാണ്.
ഇത് വഴിപാട് ചെയ്യുന്നതിനാലെ നമ്മുടെ പൂർവജന്മ പാപങ്ങള്, നമ്മുടെ ജാതകത്തിലിരിക്കുന്ന ശനിദോഷവും രാഹുകേതു ദോഷവും നവഗ്രഹ ദോഷവും കുടുംബദോഷവും എല്ലാം തീർത്തും നമ്മളിടം നിന്ന് വിലങ്ങി മാറിപ്പോയിടും. இந்த நாள் വന്നിട്ട് അവളോ സിറപ്പാനത് മിക മിക മുഖ്യமான നാള്. സോ ഇന്ന് നിങ്ങൾ ആൽമരത്തിൽ നിന്ന് ഒരു ഇല എടുത്തിട്ട് വന്ന് ഞാൻ പറയുന്നത് മാതിരി നിങ്ങൾ ദീപം കത്തിച്ചോളുക. ഇതിന് നിങ്ങൾ കോവിലിൽ പോയിട്ടാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ അത് വേറെ മാതിരിയാണ്, വീട്ടിലാണെങ്കിൽ അതും വേറെ മാതിരി. രണ്ടും രണ്ട് മുറയാണ്. ഫേസ്റ്റിൽ വന്നിട്ട് നമുക്ക് വീട്ടിൽ വിളക്കേറ്റുന്നതിനെ പറ്റി നോക്കാം. ഇന്ന് മുഴുനീള പഞ്ചമി തിഥി ഇരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. യമകണ്ഠ നേരത്തിലൊന്നും പോയി ചെയ്തേക്കരുതേ. എന്നാൽ രാഹുകാലത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. എന്താച്ചാല് നാഗപഞ്ചമി ആയതിനാലെ രാഹുകാലത്തിലും ചെയ്യുന്നത് ഭയങ്കര സിറപ്പാണത്. ശരി, ഇനി വന്നോളൂ, വിളക്ക് എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല ഒരു ആൽമരത്തിന്റെ ഇലയെ എടുത്തോളുക. ഇല വന്നിട്ട് നല്ല ക്ലീൻ ആയിരിക്കണം. അതിൽ വന്നിട്ട് നടുവിലായിട്ട് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെച്ചോളുക. വേറൊന്ന്, ഒരു തട്ടിൽ വേണം ഈ ആൽമരത്തിന്റെ ഇലയെ വയ്ക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് വെച്ചല്ലോ, ഇനി അതിന്റെ മേലെ നമ്മൾ ഒരു അകൽ വിളക്ക്, മൺവിളക്ക് വെച്ചോളുക. മൺവിളക്ക് നേരത്തെ യൂസ് ചെയ്തത് വേണ്ട, പുതിയ ഒരെണ്ണം വെച്ചോളുക. പിന്നെ ഇല്ല എന്നുള്ളവരാണെങ്കിൽ പഴയ വിളക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തോളുക. വിളക്കിലും അതുപോലെ തന്നെ ഈ മൺവിളക്കിലും നിങ്ങൾ മഞ്ഞൾ കുങ്കുമം വെച്ച് പൊട്ട് വെച്ചോളുക. ഈ വിളക്കിൽ വന്നിട്ട് നിങ്ങൾ നല്ലെണ്ണ ഊത്തണം. നല്ലെണ്ണ ഊത്തി പഞ്ഞിത്തിരി ഇട്ടോളുക. എന്നിട്ട് ദീപം വെച്ചോളുക. വേറൊന്ന്, ഇതിന്റെ പക്കത്തിലായിട്ട് ഇപ്പൊ നമ്മൾ വിളക്ക് വയ്ക്കുന്നില്ലേ, അതിന്റെ പക്കത്തിലായിട്ട് ഈ ഇലയുടെ മേലെയായിട്ട് ഒരു വിരളി മഞ്ഞളും ഒരു രൂപ കോയിനും രണ്ട് സൈഡിലും വെച്ചോളുക. ഇനി നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷം ഗരുഡ ഭഗവാനോടെ മന്ത്രം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഓം ശ്രീ കാരുണ്യായ ഗരുഡായ വേദരൂപായ വിനതപുത്രായ വിഷ്ണു ഭക്തിപ്രിയായ അമൃതകലശഹസ്തായ ബഹുപരാക്രമായ പക്ഷിരാജായ സർപ്പവക്ര സർവദോഷ വിഷശർഭ വിനാശനായ സ്വാഹ. ഈ മന്ത്രം വന്നിട്ട് നമ്മൾ ചൊല്ലിയാലേ പോതും. ഒരാൾക്കിരിക്കുന്ന തീരാത്ത എല്ലാ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മനോവ്യതകളും കുടുംബത്തിലിരിക്കുന്ന വഴക്കുകള് എതിരികളുടെ തൊള്ളകള് എല്ലാം നീങ്ങിക്കിട്ടും. ഓരോരോ ദിവസം വന്നിട്ട് ഓരോരോ ഫലമാണ് ഇരിക്കുന്നത്. ഞായറാഴ്ച എന്നാല് തീരാത്ത അസുഖങ്ങൾ മാറിക്കിട്ടും. കുടുംബത്തില് പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് ഇരിക്കുന്നവര് തിങ്കളാഴ്ച ഗരുഡരെ വണങ്ങിയാല് അതെല്ലാം മാറിക്കിട്ടുമെന്ന് പുരാണം പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ദിവസത്തിനും ഓരോരോ ഫലം ഇരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ബലങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ദിവസമാണ് ഈ ഗരുഡ പഞ്ചമി എന്നുള്ളത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ മന്ത്രത്തെ തീർച്ചയായിട്ടും ചൊല്ലി ദീപം വെച്ചോളുക. ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ 6 മുറയാണ് ചൊല്ലേണ്ടത്, 6 ടൈംസ്. ശരിയാ? ഈ മന്ത്രത്തെ ഒരാൾ വന്നിട്ട് 6 മാസം കണ്ടിന്യൂസ്ലി ഡെയിലി 6 ടൈംസ് വെച്ചിട്ട് ചൊല്ലിയിട്ടേ വന്നാല് ഗരുഡ ഭഗവാൻ വന്നിട്ട് അവരുടെ ശക്തിയിൻ തുള്ളിയെ ഈ മന്ത്രം ചൊല്ലുന്നവർക്ക് കൊടുക്കും എന്നതാണ് ഐതിഹ്യം. ഗരുഡ ഭഗവാന് വന്നിട്ട് നമ്മൾ പെരിയ തിരുവടി എന്നും പറയുന്നു. വരാഹി അമ്മനക്ക് നമ്മൾ പൂജ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഈ ഒരു വഴിപാട് കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര സിറപ്പാനത്. അമ്മ നമ്മൾക്ക് എല്ലാം തരുന്നത് പോലെ ഗരുഡ ഭഗവാനും നമ്മളിൽ പ്രസാദിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് നമ്മുടെ കൈകളിൽ തരും. ഇനി സെക്കൻഡ് മെത്തേഡ്, നമ്മളിപ്പോ ഇത് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ആയിട്ട് നമ്മൾ കോവിലിൽ പോയിട്ടാണ് ഈ വിളക്കേത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ട വെച്ചാല്, വരാഹി അമ്മനക്ക് നമ്മൾ വന്നിട്ട് പഞ്ചമിയിൽ വഴിപെടുന്നത് പോലെ നാഗപഞ്ചമിയിൽ വന്നിട്ട് നമ്മൾ നാഗങ്ങളെയും വഴിപെടണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടു പക്കത്തിൽ വരാഹിയമ്മൻ കോവിലുണ്ടെങ്കിൽ അവിടെ പോവുക. ഇല്ലെങ്കിൽ അമ്മൻ നാഗം പുറ്റിരിക്കുന്നില്ലയാ, അങ്ങനെയുള്ള അമ്മൻ കോവിലിൽ പൊയ്ക്കോളുക. പഞ്ചമി എന്നാലേ 5. നിങ്ങൾ കോവിലിൽ വന്നിട്ട് ഒരു അകൽ വിളക്കില് ചുവന്ന പഞ്ഞിത്തിരിയിട്ട് ദീപം വയ്ക്കണം. എന്നിട്ട് ആ വിളക്ക് വന്നിട്ട് നിങ്ങൾ അരശിമരം, ഈ ആൽമരം ഇല്ലേ, അതിന്റെ സൈഡിലായിട്ട് വെച്ചോളുക. ഇപ്പോ നിങ്ങൾ പോകുന്ന കോവിലില് ആൽമരം ഇല്ലാച്ചാല് നിങ്ങൾ ഒരു ഇല എടുത്തിട്ട് പോയിട്ട് സൈഡിലായിട്ട് ഇല വെച്ചിട്ട് അതിന്റെ മേലെ ഈ വിളക്ക് വെച്ചോളുക. വരാഹി അമ്മനക്കിട്ട് നിങ്ങളുടെ വേണ്ടുതൽ വെച്ചോളുക. അമ്മ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരുന്നുവോ അതുപോലെ തന്നെ ഗരുഡ ഭഗവാനും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിത്തരും.
ശരിയാ. കൂടെ നിങ്ങൾ അമ്മനെ അടുത്ത് നിങ്ങൾ ഇത് വെക്കുമല്ലോ. ഇപ്പൊ ആൽമരം ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മന്റെ അടുത്തായിട്ട് തന്നെ ഒരു ആലിലയിൽ നിങ്ങൾ ഈ ദീപം വെച്ചിട്ട് ഈ ഞാൻ മേലെ ചൊല്ലിയില്ലയാ ഈ മന്ത്രം കൂടെ നിങ്ങൾ 6 ടൈംസ് ചൊല്ലിക്കൊള്ളുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇന്നത്തെ ഈ പഞ്ചമി ദിവസം ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുതേ. എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ഇല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ആവാം. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.